നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യൂണിയൻ ഇന്റർസോൺ കലോത്സവത്തിന് തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിൽ തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്വത്തിൽ വിഷ്ണുമായ സ്വാമി സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞത്തിന് ചൊവ്വാഴ്ച മുതൽ തുടക്കമാകും. 24 വരെയാണ് യജ്ഞം നടക്കുക. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും ആത്മധൈര്യം കൊണ്ട് സഹകാരികൾ നേരിട്ട ചരിത്രമാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്കെന്ന് മന്ത്രി കെ രാജൻ. പഴുവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യൂണിയൻ ഇന്റർസോൺ കലോത്സവത്തിന് തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിൽ തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവങ്ങൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുന്ന ഏറ്റവും വലിയ കലോത്സവങ്ങൾ, ഏറ്റവും വലിയ കൗമാര കലോത്സവം എന്നാണ് അറിയപ്പെടുന്നത്. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നിരവധി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടുകൂടി ഏറ്റവും മനോഹരമായാണ് അത് സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ യൂണിവേഴ്സിറ്റി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് കലാപരമായ സർഗാവിഷ്കാരങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള വേദി ഒരുക്കുന്നു എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സംഘാടന വൈഭവവും നേതൃത്വ ശേഷിയുമെല്ലാം വലിയ രീതിയിൽ വികസിക്കുന്നതിന് ഈ കലോത്സവങ്ങളുടെ സംഘാടനം ഉപകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ കലോത്സവത്തിൽ നിന്നും നാളത്തെ വിശാല ആകാശങ്ങളിലേക്ക്, കലയുടെ അന്തമില്ലാത്ത ആകാശങ്ങളിലേക്ക് ഉദിച്ചിരുന്ന നക്ഷത്രങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നാളെ നമ്മുടെ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട സാധ്യതകളും ഉയർന്നു വരും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ബി കനിഷ്ക അധ്യക്ഷത വഹിച്ചു. ഓരോ മത്സരത്തെയും ഇവിടെ എത്തുന്നത് ഏറ്റവും മികച്ച പ്രകടനം എന്നിൽ നിന്ന് കാഴ്ചവെക്കണം എന്നുള്ള ഒരു ആഗ്രഹവും, എനിക്ക് ഇവിടെ പ്രൈസ് വിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടും കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും എത്തുന്നത്. 3 സോണുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരങ്ങളുടെ, ഇന്റർസോൺ മത്സരങ്ങളുടെ വീറും വാശിയും സോണൽ മത്സരങ്ങളെക്കാൾ കുറച്ചുകൂടി കടുത്തതായിരിക്കും. എന്നിരുന്നാലും ഏറ്റവും സൗഹാർദ്ദപരമായ രീതിയിൽ തന്നെ ഈ ഒരു മത്സരത്തെ നിങ്ങൾക്ക് നോക്കിക്കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡീൻ ഡോക്ടർ വി വി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കോമ്പറ്റേറ്റീവ് പ്രൊഫഷണലിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. അതായത് പ്രൊഫഷണൽ ആയാൽ പോരാ, ഒരു കോമ്പറ്റേറ്ററും കൂടി ആവുന്നത് വഴിക്ക് ഒരു സഹപ്രവർത്തകനെ അല്ലെങ്കിൽ സഹപ്രവർത്തകയെ നമ്മൾ ഒരു എതിരാളിയായി കാണുന്ന ഒരു തലത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി നമ്മൾ ഇൻക്ലൂസീവ് പ്രൊഫഷണലിസം എന്നുള്ള ഒരു പുതിയ ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ഡൊമെയിനിലേക്ക് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ചിന്താഗതി. എന്നാൽ ഇവിടെ ഇന്ന് തഹ്രീർ എന്ന വിമോചനം എന്ന വാക്ക് പ്രയോഗിക്കുന്നത് വഴി നിങ്ങൾ ഇതിന് പുതിയ ഒരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ലിബറേറ്റീവ് പ്രൊഫഷണലിസം എന്നുള്ള ഒരു പുതിയ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു കയറിയിരിക്കുകയാണ്. അതിന് നിങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു.
യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാൻ ഭഗീരഥ് എസ് പ്രസാദ്, വൈദ്യരത്നം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എൻ പ്രസന്ന, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ബി രവീണ, ഫാർമസി എക്സിക്യൂട്ടീവ് കൌൺസിൽ മെമ്പർ സ്നേഹ സനൽ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിൽ ജനറൽ സെക്രട്ടറി ബി എസ് ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പിരിങ്ങോട്ടുകര ദേവസ്വത്തിൽ വിഷ്ണുമായ സ്വാമി സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞത്തിന് ചൊവ്വാഴ്ച മുതൽ തുടക്കമാകും. 24 വരെയാണ് യജ്ഞം നടക്കുക. ഭാരതത്തിലെ പ്രമുഖ മഠങ്ങളിലെ സന്യാസാചാര്യ ശ്രേഷ്ഠരടക്കം പങ്കെടുക്കും. ഓരോ ദിവസങ്ങളിലും പൂർണ്ണകുംഭം സ്വീകരണവും യജ്ഞപൂജയും നടക്കും. സമാപന ദിവസമായ 24-ന് മഹാന്യാസവും ഏകാദശ രുദ്രാഭിഷേകവും യജ്ഞപരിസമാപ്തിക്കായി ഗജപൂജ, അശ്വപൂജ, ഗോപൂജ എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ദേവസ്ഥാനം ട്രസ്റ്റി അഡ്വക്കേറ്റ് കെ വി പ്രവീൺ, യജ്ഞാചാര്യൻ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്, കമ്മിറ്റി അംഗം കെ ദിനേശ് രാജ എന്നിവർ പങ്കെടുത്തു. ലോകസമാധാനത്തിനും മനഃശാന്തിക്കും അതുപോലെ സകല ജീവജാലങ്ങളുടെ പരിപൂർണ ഉന്നമനത്തിനും വേണ്ടിയിട്ടാണ് ഈ ലക്ഷാർച്ചന നടത്തുന്നത്. പ്രമുഖ മഠങ്ങളിൽ നിന്നായി കാഞ്ചി കാമകോടി മഠവും അതേപോലെ വേലൂർ മഠത്തിൽ നിന്നായി 25-ൽ പരം വൈദിക ശ്രേഷ്ഠ യജ്ഞഋതുക്കളാവും. നോട്ട് നിരോധന കാലഘട്ടത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ചില ശക്തികൾ ശ്രമിച്ചപ്പോഴും സഹകാരികൾ ആത്മധൈര്യം കൊണ്ട് നേരിട്ട ചരിത്രമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്കെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പഴുവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് അപകടകരമായി വന്നിട്ടുള്ള നോട്ട് നിരോധനത്തിന്റെ ശ്രമങ്ങൾ, അതിന്റെ വക്താക്കൾ നടത്തിയ അപകടകരമായ ഒരു പരാമർശം കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണവും കള്ളനിക്ഷേപവും ഉണ്ട് എന്ന തെറ്റായ വാർത്തയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ആകെ അപകടപ്പെടുത്തിയ നോട്ട് നിരോധനം കേരളത്തിൽ ലക്ഷ്യത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ച ആ തെറ്റിനെ സഹകരണ പ്രസ്ഥാനങ്ങളും സഹകാരികളും അവരുടെ ആത്മധൈര്യം കൊണ്ട് നേരിട്ട അനുഭവമാണ് കേരളത്തിലുണ്ടായത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഇളക്കാനായി ഇത്തരം ശക്തികൾ ശ്രമിച്ചതെങ്കിൽ ആ അടിത്തറയ്ക്ക് മുമ്പിൽ ഒരിക്കലും വഴങ്ങാതെ ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള മാർഗങ്ങളിലൂടെ കടന്നു വന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ നേടിയ വലിയ വിജയത്തിന്റെ ഗാഥകൾ കേരളം അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും. 2000 രൂപ മൂലധനമായി ആരംഭിച്ച് പലവിധത്തിലുള്ള ദുരിതങ്ങളും നടക്കുമ്പോൾ ഭാരതീയ വിലാസം വായനശാലയിൽ നിന്ന് ആരംഭിക്കപ്പെട്ട ഒരു മഹാപ്രസ്ഥാനം ഇന്ന് കേവലം ഒരു ബാങ്കല്ല, വിവിധങ്ങളായ ബ്രാഞ്ചുകളിലൂടെ 2 സഹകരണ സ്റ്റോറും നീതി സ്റ്റോറും സഹകരണ സൂപ്പർ മാർക്കറ്റും വളണ്ടപ്പോയും നീതി മെഡിക്കൽ സ്റ്റോറും നീതി ലാബും നീതി ക്ലിനിക്കും കോൺഫറൻസ് ഹാളും മൊബൈൽ ഫ്രീസറും അടക്കം ഈ നാട്ടിലെ ഓരോ ചെറിയ പ്രശ്നങ്ങളിലും പഴുവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സാന്നിധ്യം അനുനിമിഷം ബോധ്യപ്പെടാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇന്ന് പഴുവിൽ സഹകരണ ബാങ്കിന്റെ ഇടപെടൽ കാണാൻ കഴിയുമെന്ന് നീതി ലാബും നീതി സ്റ്റോറും സൂപ്പർ മാർക്കറ്റും ഫ്രീസറും തുടങ്ങി പുതിയ സംരംഭങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രി പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ്, മുൻ മന്ത്രിമാരായ കെ പി രാജേന്ദ്രൻ, വി എസ് സുനിൽകുമാർ, ഷീന പറയങ്ങാട്ടിൽ, ഗീതാ ഗോപി, എൻ ജി ജയരാജ, പി വി അശോകൻ, സിജോ ജോർജ്, ഷാജി കളരിക്കൽ, ഷൺമുഖൻ വടക്കുംപറമ്പിൽ, ഐ കെ ഉണ്ണികൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി കെ കെ സജിത എന്നിവർ സംസാരിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റുമാർ, മികച്ച കുടുംബശ്രീകൾ, കലാമത്സര വിജയികൾ എന്നിവരെ ആദരിച്ചു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു. ചെങ്ങാലൂർ സ്വദേശി പൂവത്തൂക്കാരൻ വീട്ടിൽ 49 വയസ്സുള്ള ഷിബുവിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചുകടന്ന ഷിബുവിനെ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. റോഡിൽ അബോധാവസ്ഥയിൽ കിടന്ന ഇയാളെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ആതുര സേവന രംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളുമായി റൈഗൽ മെഡിക്കെയർ ചേർപ്പ് മുത്തുള്ളിയാൽ കോസ്മോ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു.
അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയാണ് റീഗൽ മെഡികെയർ മുത്തുള്ളിയാലിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആരോഗ്യ സംരക്ഷണമാണ്. ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു മാറ്റം നമ്മുടെ കേരളത്തിലുള്ളതാണ്. കാരണം എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും, എത്ര പോരായ്മ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണം മാതൃകപരമായ പ്രവർത്തന ശൈലിയാണ് സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഇന്ത്യക്ക് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ആരോഗ്യരംഗം. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു വലിയ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. നമുക്ക് കൊറോണ എല്ലാവർക്കും വരേണ്ട സാഹചര്യമുണ്ടായി. എനിക്ക് 2 പ്രാവശ്യം കൊറോണ വന്നു. ഞാൻ അപ്പം തന്നെ മരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചർച്ച ചെയ്ത് വന്നപ്പോൾ, എൻ്റെ പരിശോധന നടത്തി വന്നപ്പോൾ പാരസെറ്റമോൾ കഴിക്കേണ്ട കുഴപ്പമുള്ള വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് റെസ്റ്റാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിൻ്റെ ആ റെസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ എല്ലാവരും ആരോഗ്യ സംരക്ഷണ രംഗത്ത് എന്തൊക്കെ ചെയ്യണം എന്നത് പരിശീലിക്കണം. മരുന്ന് മാത്രമല്ല, മരുന്നിന് പുറമെ മനസ്സിലുള്ള ഒരു ശക്തി കൂടുതൽ മെച്ചപ്പെട്ടതാക്കിയാൽ നമുക്കൊരു മെച്ചം ഉണ്ടാക്കാൻ കഴിയും. 24 മണിക്കൂറും കാഷ്വാലിറ്റി പ്രവർത്തനവും, അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ലാബ്, 24 മണിക്കൂർ ആംബുലൻസ് സൗകര്യം, വിവിധ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, ഹോം കെയർ ഫെസിലിറ്റി, പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ സേവനം എന്നിവ ഉറപ്പു നൽകിയാണ് റീഗൽ മെഡികെയർ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ റീഗൽ മെഡികെയറിൻ്റെ ഒരു സ്ഥാപനം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ സ്ഥാപനത്തിന് കഴിയട്ടെ. നല്ല രീതിയിൽ തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകാനും ഒപ്പം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് പറയാൻ ഒരുപാട് രോഗികൾ ഉണ്ടാവേണ്ടി വരും. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ശരിയാണ്, സത്യമാണ്. പക്ഷേ അതിൽ നിന്ന് വിമുക്തി നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ മുഖ്യാതിഥിയായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ അനീസ് അഹമ്മദ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി.കെ. ഷാജൻ, പഞ്ചായത്ത് അംഗങ്ങളായ നസീജ മുത്തുള്ളിയാൽ, സുനിത ജിനു, ചെറുജന മഹൽ ഖത്തീബ് അമീൻ ഹുദവി, മഹൽ പ്രസിഡന്റ് കെ.എ. അബ്ദുൽ സലാം, മുൻ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, അനീസ് താണിപ്പാടം, തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് ഉപജില്ലാ കലോത്സവത്തിന് വിദ്യാർത്ഥികളുമായി വന്ന സ്കൂൾ ബസ് റോഡ് സൈഡിലെ കുഴിയിൽ താഴ്ന്നു. എൽത്തുരത്ത് സ്കൂളിലെ ബസ്സാണ് ചാഴൂർ ചേറ്റക്കുളത്ത് അന്തോണി വളവിന് സമീപം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ജലജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ പൊളിച്ച കുഴിയിൽ താഴ്ന്നത്. ഇതോടെ വിദ്യാർത്ഥികളെ മറ്റൊരു ബസ്സിൽ സ്കൂളിലേക്ക് എത്തിച്ചു. CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിനു നേരെ ഗുണ്ട ആക്രമണം. ഓഫീസിന്റെ ജനൽപ്പാളികളും മുൻവശത്തെ വാതിലും ഫർണിച്ചറുകളും കൊടിമരവും ഗുണ്ടാ സംഘം അടിച്ചു തകർത്തു. CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിനു നേരെ ഗുണ്ടാ ആക്രമണം. ഓഫീസിന്റെ ജനൽപ്പാളികളും മുൻവശത്തെ വാതിലും ഫർണിച്ചറുകളും കൊടിമരവും ഗുണ്ടാ സംഘം അടിച്ചു തകർത്തു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. 3 അംഗ സംഘമാണ് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഓഫീസ് തല്ലി തകർത്തത്. പഴവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് P.A. ദേവിദാസിന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായി. വീടിന്റെ മുൻവശത്തെ വാതിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കേടുവരുത്തി. വീടിന് മുന്നിലുണ്ടായിരുന്ന 2 ബൈക്കുകളും അടിച്ചു നാശമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഘം ദേവസ്വം ഓഫീസിലെത്തി വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണി മുഴക്കിയതായും പറയുന്നു. 2 ദിവസം മുൻപ് P.A. ദേവിദാസിന്റെ വീട് ഇതേ സംഘം ആക്രമിച്ചിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതി അംഗവും CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ A.B. ജയപ്രകാശിന്റെ വീടിന് നേരെയും അന്ന് ആക്രമണമുണ്ടായി. പഴവിൽ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനിടയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായി ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. സംഭവം അറിഞ്ഞ CPI ജില്ലാ സെക്രട്ടറി K.K. വത്സരാജ്, VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓഫീസ് സന്ദർശിച്ചു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് K.K. വത്സരാജ് ആരോപിച്ചു.
എത്രയും പെട്ടെന്ന് പോലീസ് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമാധാനാന്തരീക്ഷം ഉണ്ടാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. കുറുമ്പലാവ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ഈ കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് നടന്ന ഷഷ്ടി ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് ഇത് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേരെയും കടന്നാക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ വീടുകളിലേക്കും ഇതുപോലെ തന്നെയുള്ള കടന്നാക്രമണം ഇവിടുത്തെ ഗുണ്ടാ സംഘങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇതൊക്കെ പോലീസിന് കൃത്യമായിട്ട് അറിയാം. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ഓഫീസിന് നേരെയുള്ള ഈ കടന്നുകയറ്റത്തിന് വഴിയൊരുക്കിയതെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. കർശനമായ നടപടി സ്വീകരിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകളെ അടിയന്തരമായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. സംഭവത്തെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. നേരത്തെ വീടാക്രമണ കേസിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടിയിരുന്നില്ല. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം MLAയുടെ വാഹനം തടഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും KPCC സെക്രട്ടറി A പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞിട്ടത്. ഇന്നലെ രാത്രി 8 മണിയോടെ മലക്കപ്പാറ വാഴച്ചാൽ റൂട്ടിൽ വെച്ചായിരുന്നു സംഭവം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചിറക് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ആദ്യം 3 കാട്ടാനകൾ അടങ്ങുന്ന സംഘമാണ് MLAയുടെ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ തടഞ്ഞിട്ടത്. പിന്നീട് ഈ ആനക്കൂട്ടം കാടുകയറി. തൊട്ടു പിന്നാലെ എത്തിയ ഒരു കുട്ടിയാന അടങ്ങുന്ന മറ്റൊരു 3 അംഗ കാട്ടാനക്കൂട്ടം വീണ്ടും ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു. ഇതിനിടെ കാട്ടാനകൾ MLAയുടെ വാഹനത്തിന് നേരെ തിരിയാനും ശ്രമമുണ്ടായി. ഈ സമയത്ത് എതിർദിശയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന വനംവകുപ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അടുത്തെത്തിയതോടെയാണ് കാട്ടാനക്കൂട്ടം തിരികെ കാടുകയറിയത്. കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയതുമൂലം 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിയ ശേഷമാണ് MLAയുടെ വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാലക്കുടിയിലേക്ക് യാത്ര തുടർന്നത്. കുന്നംകുളം വടക്കേക്കാട് അഞ്ഞൂരിൽ പെരുന്നാളിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ പ്രതികാരമെന്നോണം വീടിന് തീയിട്ടു. കുന്നംകുളം അഞ്ഞൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അജിത്തിന്റെ വീടിനാണ് തീയിട്ടത്. ഇന്നലെ രാത്രി 11:30ഓടെയായിരുന്നു സംഭവം. അഞ്ഞൂർ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് അഞ്ഞൂർ ഡ്രൈവിംഗ് സ്കൂളിന് സമീപമുള്ള ക്വാർട്ടേഴ്സിന്റെ 2ാം നിലയിലെ താമസക്കാരനായ അജിത്തിന്റെ വീടിന് തീയിട്ടത്. വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ചിരട്ടയും പേപ്പറുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൂട്ടിയിട്ടാണ് കത്തിച്ചിട്ടുള്ളത്. വീട്ടുകാർ പെരുന്നാളിന് പോയ സമയത്താണ് തീയിട്ടിട്ടുള്ളത്. വീടിന് മുകളിലൂടെ തീ ആളിക്കത്തുന്നത് കണ്ട നാട്ടുകാർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, ഷഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മല്ലാട് സ്വദേശി 29 വയസ്സുള്ള മൻസൂറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം കുറുക്കൻപാറ സ്വദേശി മണ്ടുമ്പാൽ വീട്ടിൽ 44 വയസ്സുള്ള ഷിബുവിനെയാണ് 2 അംഗ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 31-ാം തീയതി രാവിലെ 8 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. രാവിലെ നടക്കാനിറങ്ങിയ ഷിബുവിനെ ബൈക്കിലെത്തിയ 2 പേർ ആക്രമിച്ച് കടന്നു കളയുകയായിരുന്നു. ആക്രമണത്തിൽ കണ്ണിന് താഴെ കുത്തേറ്റ ഷിബുവിന്റെ എല്ലിന് പൊട്ടലുമുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,995 രൂപ, പവന് 55,960 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള
ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യൂണിയൻ ഇന്റർസോൺ കലോത്സവത്തിന് തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിൽ തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്വത്തിൽ വിഷ്ണുമായ സ്വാമി സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞത്തിന് ചൊവ്വാഴ്ച മുതൽ തുടക്കമാകും. 24 വരെയാണ് യജ്ഞം നടക്കുക. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും ആത്മധൈര്യം കൊണ്ട് സഹകാരികൾ നേരിട്ട ചരിത്രമാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്കെന്ന് മന്ത്രി കെ രാജൻ. പഴുവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.